ഈ തിരുവനന്തപുരത്തെ ജനകീയ പ്രശ്നങ്ങൾ മാത്രമുള്ള ആ ചാനലിൽ കൂടെ ഞാൻ നടത്തിയിട്ടുള്ളൂ. അതെല്ലാം ഇമ്പാക്റ്റും ഉണ്ടായിരുന്നു. നിങ്ങൾ തിരുവനന്തപുരത്തെ പ്രശ്നം പരിഹരിച്ച് നിങ്ങൾ തിരുവനന്തപുരംകാരനല്ലല്ലോ. പിന്നെ ഈ ന്യൂ തിയേറ്ററിൻ്റെ മുമ്പിൽ മേയറിനെതിരെ ഒരു സമരം ചെയ്തു. അതോടുകൂടിയാണ് അതോടുകൂടിയാണ് എൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്. മുനമ്പത്ത് കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടുപോയി അമ്മ കുളിക്കാൻ കയറിയ സമയത്ത് 14 വയസ്സുള്ള സഹോദരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത്. എത്ര ദിവസം ജയിലിൽ കിടന്നു? 160 ദിവസം. ഇവരെ പീഡിപ്പിക്കുക ഒന്നും ഞാൻ ഹോട്ടലിൽ കൊണ്ടുപോയി. എളമക്കര SIയെ തല്ലി ഒരു കേസെന്ന് പറഞ്ഞ് എൻ്റെ പേര് ഒരു കള്ളക്കേസ് എടുത്തായിരുന്നു. അങ്ങനെ കേസും കൊണ്ട് വള്ളക്കടവ് കൊണ്ട് കേസ് കൊടുത്തു. വള്ളക്കടവ് വെച്ച് ഞാൻ പീഡിപ്പിച്ചത്. ഈ കുട്ടിയെ വള്ളക്കടവ് മുനമ്പത്തല്ലായിരുന്നു. എന്തിനാണ് അന്ന് അവിടെ പോയി ബോച്ചയുടെ ഇതിന് പോയത്? എന്തിനാ? ഒരു വേദി ഒരുക്കുമായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് സാധിച്ചു. 160 ദിവസം കള്ളക്കേസിൽ കൊടുത്ത് എന്നെ കോടതി വെറുതെ വിട്ടെന്ന് എനിക്ക് ജനങ്ങളെ അറിയിക്കണമായിരുന്നു. അങ്ങനെ വിചാരണ പോലും ഇല്ലാതെ എന്നെ കോടതി വെറുതെ വിട്ടു. അപ്പം തന്നെ എല്ലാ ചാനലുകാരും നിരവധി തവണ കുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞ എൻ്റെ വാർത്ത വന്ന് ഞാൻ മരിച്ചാലോ എന്ന് പോലും ആലോചിച്ച ദിവസങ്ങളാണ്. പിന്നീട് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വേണ്ട സാറേ. നമസ്കാരം. ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മെൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കിയിരുന്നു. പോലീസ് ഇടപെട്ടു. അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ പടക്കം പൊട്ടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടു. അക്കൂട്ടത്തിൽ ഒരു കൂളിംഗ് ഗ്ലാസ്സുകാരനുണ്ടായിരുന്നു. കയ്യിൽ പടക്കമൊക്കെയായി നല്ല സ്റ്റൈലിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അറസ്റ്റ് വരിക്കാൻ എത്തിയ ഒരു കൂളിംഗ് ഗ്ലാസ്സുകാരൻ. അയാളുടെ പേര് ജീമോൻ കല്ലുപുരയ്ക്കൽ എന്നാണ്. ഒരു വ്യാജ പോക്സോ കേസിൽ 160 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഈ ജീമോൻ. അതുകൊണ്ട് മാത്രമാണ് പുരുഷ സംഘടനയുടെ ഭാഗമായതും സ്ത്രീകൾക്കെതിരെയുള്ള സമരത്തിന് കൊടിപിടിക്കാൻ രംഗത്തിറങ്ങിയതും. ജീമോൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ആ കഷ്ടകാലത്തിൻ്റെ അനുഭവം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം ജീമോനെ. നമസ്കാരം സാർ. ജീമോൻ്റെ പേരെന്താണ്? ജീമോൻ കല്ലുപുരയ്ക്കൽ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പം ബിസിനസ്സാണ്. വേറെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഫൈറ്റർ മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അത് ചീഫ് റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴായിരുന്നു. എന്താണ് അതിൻ്റെ വാർത്ത ചെയ്യുന്നത്? ആ വാർത്ത റിപ്പോർട്ടറായിരുന്നു. ചീഫ് റിപ്പോർട്ടറായിരുന്നു ഞാൻ. നിങ്ങളുടെയാണോ? അല്ല, വേറൊരു സ്ത്രീയുടെയാണ്. അത് ഞാൻ ചീഫ് റിപ്പോർട്ടറായിട്ട് ഞാനും കൂടെ കൂടിയാണ് അത് നടത്തുന്നത്. ശരി. അതിപ്പോഴും തുടരുന്നുണ്ട്? ഇല്ല. ഈ കേസോട് കൂടി ഞാൻ അതെല്ലാം വിട്ടു, അവസാനിപ്പിച്ചു. ജേർണലിസ്റ്റ് ഇല്ല. ഈ തിരുവനന്തപുരത്തെ ജനകീയ പ്രശ്നങ്ങൾ മാത്രമുള്ള ആ ചാനലിൽ കൂടെ ഞാൻ നടത്തിയിട്ടുള്ളൂ. അതെല്ലാം ഇമ്പാക്റ്റും ഉണ്ടായിരുന്നു. നിങ്ങൾ തിരുവനന്തപുരത്തെ പ്രശ്നം പരിഹരിച്ച് നിങ്ങൾ തിരുവനന്തപുരംകാരനല്ലല്ലോ. തിരുവനന്തപുരക്കാരനല്ലെങ്കിലും എവിടുത്തുകാരനാണ്? ഞാൻ ആറ്റിങ്ങൽ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അടിസ്ഥാനപരമായി മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ആ താലൂക്കിൽ കൂട്ടിക്കൽ വില്ലേജിൽ പെട്ട ഏന്തയാറിലാണ്. അവിടെയാണോ പഠിച്ചതൊക്കെ? അവിടെയാണ് പഠിച്ചത്. ജെ മർഫി സാഹിബിന്റെ പുരാതന ഒരു സ്കൂളുണ്ട്. കോളേജ് പഠിച്ചതോ? കോളേജ് സെന്റ് ഡൊമിനിക് കാഞ്ഞിരപ്പള്ളി. അതെ. പിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് പോന്നു? അതെ. ഭാര്യ പ്രേമിച്ച് കെട്ടിയതാണോ? സ്നേഹിച്ച് കെട്ടിയത്. അങ്ങനെ നിങ്ങൾ തിരുവനന്തപുരംകാരനായി? തിരുവനന്തപുരം. അപ്പൊ തിരുവനന്തപുരത്ത് നിങ്ങൾ എന്തൊക്കെ ഇടപെടലാണ് നടത്തിയിരുന്നത്? ആളുകൾക്ക് ഇത്ര ശത്രുത ഉണ്ടാകാൻ കാരണം എന്താ സാറേ? ഞാൻ ആദ്യമായിട്ട് ഒരു ചാരിറ്റി നടത്തുന്നത് നമ്മുടെ കൊറോണ സമയത്ത് നമ്മുടെ ന്യൂ തിയേറ്ററിൻ്റെ അവിടെ ഒരു പാലം ഉണ്ടല്ലോ, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്. അവിടെ കുറേ ആൾക്കാർ പട്ടിണി കിടക്കുന്ന സമയമുണ്ടായി. ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണമില്ലാതെ, ജോലിയില്ലാതെ കൊറോണ ടൈമിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചൊരു ഈ പട്ടിണികൾക്കാർക്ക് കുറച്ച് ചോറും പൊതി കൊണ്ട് കൊടുത്തു. വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എനിക്ക്. ഈ പാവപ്പെട്ട ആൾക്കാർക്ക്, മാർഗ്ഗമൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ കൊടുക്കുന്ന സമയം ആരാണ്ട് അതെടുത്ത് ഫേസ്ബുക്കിലിട്ട് അത് ഭയങ്കരമായിട്ട് വൈറലായി. അപ്പം ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു വൈറൽ പ്രസംഗം അങ്ങ് നടത്തി. ഈ ഇങ്ങനെ ഇത്രയും ആരുടെ മുമ്പിൽ നിന്ന് ഈ ചാനലുകാർ വന്നപ്പോൾ ഞാൻ ഇത് കൊടുക്കുന്ന കണ്ടപ്പം ഓൺലൈൻ ചാനലുകാർ വന്ന് എന്നെ പിടിച്ചു. അപ്പോൾ അവരോടായിട്ട് ഞാൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസംഗം അങ്ങ് നടത്തി. കാരണം ഇത്രയും തെരുവിൽ 130 ആൾക്കാരെ, വൃദ്ധരായ പാവപ്പെട്ട ജനങ്ങൾ ഒരു നേരത്തെ അന്നമില്ലാതെ അവർ കഷ്ടപ്പെട്ട് അവിടെ കിടക്കുന്ന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സർക്കാർ ഇത് അടിയന്തരമായിട്ട് ഇടപെടണം. ഇത് കാണിക്കുന്ന അവർക്കുള്ള ഒരു സുരക്ഷിത മാർഗം എന്തായാലും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പിണറായി വിജയനോടായിട്ട് ഞാനൊരു മെസ്സേജ് പറഞ്ഞു. അത് ഭയങ്കര വൈറലായി. പിറ്റേന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ സാറൊക്കെ ഇടപെട്ട് പുത്തിരിക്കണ്ട മൈതാനത്ത് 130 പേരെ മാർപ്പിച്ച് അവർക്ക് പാർപ്പിട സൗകര്യവും ബാത്റൂം സൗകര്യവും എല്ലാം ചെയ്തു കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഇടപെടലിൽ എനിക്ക് അത് സക്സസ് ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് അനുമോദനങ്ങളും പ്രശംസയും പത്രത്തിൽ വാർത്തയൊക്കെ വരികയും ചെയ്തു.
അങ്ങനെയാണ് തുടക്കം. പിന്നീട് ഞാൻ ഈ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ റെയിൽവേ സ്റ്റേഷന് മുമ്പ് ഈ ലൈവ് തട്ടുകട പാവങ്ങൾക്ക് ആഴ്ചയിൽ 1 8,000 രൂപ ചിലവാണ്. അത് വേറൊരു ചേട്ടനും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ഈ പാവപ്പെട്ടവർക്ക് അപ്പവും ഗ്രീൻ പീസ് കറിയും കൊടുക്കുന്ന ഒരു പതിവ് എല്ലാം ഞായറാഴ്ച. അതെന്നാ ആ സമയത്ത് കോവിഡ് കോവിഡുകൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അല്ല അതിൻ്റെ അകത്ത് ഈ സാധനമൊക്കെ നിങ്ങൾ മേടിച്ച് നിങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ നമ്മുടെ ചെലവ് തന്നെ ലൈവായിട്ട് ഒരു തട്ടുകട എങ്ങനെയാണ് അതേ മോഡൽ പാവങ്ങൾക്ക് വേണ്ടി. അത് പാവങ്ങളാണ് നിങ്ങളുടെ പാവങ്ങൾ ഞാൻ അവിടെ വന്ന് കഴിച്ചാൽ എങ്ങനെയാണ് തെരുവുകാരെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കും. അല്ലാത്തവർ മിച്ചം ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കും, ഓട്ടക്കാർക്കൊക്കെ കൊടുക്കും. അവസാനം വരുന്ന പൈസ മേടിക്കത്തില്ല, ഇല്ല 1 രൂപ പോലും. അപ്പോൾ അതിന് ചിലവാര് തരും? ചിലവ് ഞാൻ തന്നെയാണ്. എനിക്ക് മീൻ കച്ചവടം ഉണ്ടായിരുന്നു. ആ സമയത്ത് വേറെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് വിഴിഞ്ഞം പോയിട്ട് ഞാൻ എൻ്റെ കാറിൽ മീൻ വിൽക്കുമായിരുന്നു. ഒരു ദിവസം 8,000 രൂപ ലാഭമായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ കടലിലൊക്കെ പോയി നേരിട്ട് എനിക്ക് ഈ 3.5 ലക്ഷം പേര് ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് ഉണ്ടായിരുന്നു. ആ പേജിൽ കൂടെയാണ് ഞാൻ ഈ മീനിൻ്റെ പടമൊക്കെ ഇട്ട് ഫ്രഷ് മീൻ, ഐസ് ഇടാത്ത മീൻ എല്ലാ വീടുകളിലും കൂടെ കൊടുക്കുമായിരുന്നു. പിന്നെ നിർത്തി എത്ര ലാഭം? അത് ഹാർബർ പൂട്ടിപ്പോയി. വിഷം വരുന്ന മീൻ ഇറങ്ങിയപ്പോൾ ഹാർബർ പൂട്ടി. കൊറോണ കടുത്തപ്പം ഹാർബർ പൂട്ടിയോടുകൂടി ആ ബിസിനസ് നിന്നു. പിന്നെ എൻ്റെ വരുമാനമൊക്കെ അങ്ങ് ക്ഷയിച്ചു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ഓർത്തു എന്നാൽ അനീതിക്ക് വേണ്ടി പോരാടാമെന്ന് ഓർത്തിട്ടാണ് പിന്നെ പോരാട്ടങ്ങൾ. അങ്ങനെ ഞാൻ മുല്ലപ്പെരിയാറിന് വേണ്ടി സമരം ചെയ്തു. അഡ്വക്കേറ്റ് റസൽ ജോയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കേരളത്തിൽ. എന്ത് സമരം ചെയ്തു? അതായത് നമ്മുടെ സർക്കാർ ലോകോത്തര സയൻറ്റിസ്റ്റിനെ കൊണ്ട് ഡാമിൻ്റെ ഇത് സുരക്ഷ പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ 8 ദിവസം നിരാഹാരം കിടന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. എൻ്റെ തെളിവെല്ലാം ഞാൻ തരാം. ആ സമരം വിജയിച്ചു. സത്യവാങ്മൂലം കൊടുത്തു സർക്കാർ, സയൻറ്റിസ്റ്റ് കൊടുത്ത്. അത് അങ്ങനെയാണ് ആ പരിശോധനയൊക്കെ അവിടെ നടന്നിരിക്കുന്നത്. 8 ദിവസം ഞാൻ അവസാനം പോലീസ് എൻ്റെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഭയങ്കര സംഭവമൊക്കെ ഉണ്ടായി. ആ സമയത്താണ് മുല്ലപ്പെരിയാറിൻ്റെ നമ്മുടെ വിഴിഞ്ഞത്തെ MLA ഉണ്ടല്ലോ, വിൻസെൻ്റ് MLAയുടെ കാർ അടിച്ചു തീർത്തു. ഞാൻ അവിടെ കിടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞ പയ്യൻ, അവൻ കാർ അടിച്ചു തീർത്തു. എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞു. എൻ്റെ ശത്രുക്കൾ അതും പറഞ്ഞു ഞാൻ അടിച്ചു തീർക്കപ്പിച്ചതാണെന്ന് പറഞ്ഞു. എനിക്ക് ഒരു ബന്ധവുമില്ല. കേസായോ? അങ്ങനെ കേസൊന്നുമില്ല, എൻ്റെ പേരിൽ ഒരു കേസും ഇല്ല. അവനെ പിടിച്ചോണ്ട് പോയി റിമാൻഡ് ചെയ്തു, ആ സന്തോഷം എന്ന് പറഞ്ഞവൻ. അങ്ങനെ പോലീസ് പിറ്റേന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രകടനമൊക്കെ നടത്തി. അങ്ങനെ എന്നെ സേഫ് കസ്റ്റഡി പോലീസ് എടുത്ത് സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അത് സമരം വിജയമായിരുന്നു. പിന്നീട് ഞാൻ തിരുവല്ലത്ത് ഡേഞ്ചർ സോണായ ഒരു സ്ഥലമുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ മരിക്കുന്നത്, ടൂവല്ല, അവിടെ കാലൻ്റെ വേഷം കെട്ടി ഒരു ദിവസം പ്രതിഷേധിച്ചു. അതും നാറ്റ്പാക്ക് വന്ന് പരിശോധന നടത്തി. ആ സമരം വിജയമായിരുന്നു. മാറി അതിനുള്ള തീരുമാനമായി. അതുപോലെ കുമരിച്ചന്ത റോഡ് വള്ളക്കടവ് വളരെ മോശമായ രീതി കിടക്കായിരുന്നു. ഞാൻ ഒരു പായും തലയാണി എടുത്തുകൊണ്ട് പോയി അവിടെ കിടന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് പത്രമാധ്യമങ്ങളെല്ലാം വൈറലാക്കി. അങ്ങനെ ആ പ്രശ്നവും പരിഹരിച്ചു. പിന്നെ ഈ ന്യൂ തിയേറ്ററിൻ്റെ മുമ്പിൽ മേയറിനെതിരെ ഒരു സമരം ചെയ്തു. അതോടുകൂടിയാണ് അതോടുകൂടിയാണ് എൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്. ഈ ശത്രുക്കൾ എന്നെ ആക്രമിക്കുന്ന ആ മേയർക്കെതിരെ ഞാൻ സമരം നടത്തിയ പിന്നെയാണ് എന്നെ പെണ്ണ് കേസും അതുപോലെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞ് ഈ രാഘൻ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ വളരെ രീതിയിൽ സൈബർ അറ്റാക്ക്. ആരാണ് രാഘൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് സാറ് വാർത്ത ചെയ്തില്ല. കൊല്ലത്തുള്ള വലിയ തട്ടിപ്പുകാരൻ. വലിയ തട്ടിപ്പുകാരനാണ്. എന്താ അയാൾ തട്ടിപ്പ് നടത്തുന്നത്? അയാൾ തട്ടിപ്പ് നടത്തുന്ന മുകേഷ് MLA പോലുള്ള വലിയ കടകംപള്ളി സുരേന്ദ്രൻ, മുകേഷ് MLA, എൽദോസ് കുന്നംപള്ളി, പീതാംബരക്കുറുപ്പ്, അങ്ങനെയുള്ള വലിയ ശക്തികളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി അവരോട് പൈസ മേടിക്കുക, അവരുടെ വോയിസ് പിടിക്കുക, വീഡിയോ പിടിക്കുക, എന്നിട്ട് അവരെ ലക്ഷങ്ങൾ വാങ്ങിക്കുക. ഇവൻ ഏതെങ്കിലും കേസിൽ പെടുകയാണെങ്കിൽ അവരെ കൊണ്ട് വിളിപ്പിച്ച് ആ കേസ് ഇല്ലാതാക്കുക, FIR ഇടിപ്പിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇവൻ ചെയ്യുന്ന പരിപാടി. ഇവന് നിങ്ങളോടെന്താ വിരോധം? എന്നോട് വിരോധം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ തട്ടിപ്പ് മൊത്തം ഇരയായ ഒരു ഫൈറ്റർ മീഡിയ വഴി ഞാൻ ഇവൻ്റെ തട്ടിപ്പ് മൊത്തം വെളിയിലോട്ട് കൊണ്ടുവന്നു. പ്രസ് മീറ്റ് നടത്തിയായിരുന്നു ഇവൻ്റെ ശത്രുക്കൾ. അപ്പോൾ ആ സംഘത്തിന് ഞാൻ സഹായം ചെയ്തു കൊടുത്തു. അതാണ് എന്നോടുള്ള വൈരാഗ്യം. ഇനി ആരാണ് സംഘം? അവൻ്റെ ഇരയെന്ന് പറഞ്ഞാൽ പണം ചോദിച്ചോരോ? പണം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവൻ ചോദിക്കും. ഇവൻ കേസൊന്നും വരുന്നില്ല. കേസൊന്നും വരികയില്ല. ഇവൻ ഒതുക്കി തീർക്കും. ഈ മുകേഷ് MLA ഒക്കെ അല്ലേ ഇവൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇവരിടപെട്ട്. അപ്പോൾ അവൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പരസ്യമായിട്ട് ഒരുപാട് വെല്ലുവിളി ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു പ്രവാസിയുടെ ഒരു പ്രവാസിയെ കൊണ്ടുവന്ന് ഡിവോഴ്സായ ഭാര്യയ്ക്കെതിരെ ഞാൻ അവൻ്റെ 80 ലക്ഷം രൂപയും ആ പ്രവാസിയുടെ 80 ലക്ഷം രൂപയും 110 പവനും തട്ടിയെടുത്തുന്നൊക്കെ ഒരു വ്യാജ വാർത്ത ആ പ്രവാസിയെ കരയിപ്പിച്ച് ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് സ്ത്രീ കൊണ്ട് അവർ സയൻറ്റിഫിക് ഓഫീസറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്, നുണപരിശോധന ഓഫീസറായിട്ട്. ആ സ്ത്രീയാണ് ഇങ്ങനെ പറഞ്ഞത്. ആ സ്ത്രീയെക്കുറിച്ച് ഡിവോഴ്സ് ആയതാണ് അവർ. അവരുടെ ഡിവോഴ്സായ ഭർത്താവിനെ കൊണ്ട് എഴുത്തി
അവരെ ഉപദ്രവിക്കാൻ വേണ്ടി എന്നെ ചേർത്ത് അപവാദ കഥയുണ്ടാക്കി നിങ്ങൾ അവരുമായിട്ട് ബന്ധം ബന്ധമായിട്ട് അവഹിതമാണ്. അവരുടെ 110 പവനും അവരെയും പിന്നെ അവരെ 80 ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ ഒരു ഫൈക്ക് വാർത്ത ഞാൻ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഒരു ഫൈക്ക് ന്യൂസ് ഇട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പെറ്റി കേസെങ്കിലും എൻ്റെ പേര് വരികയില്ല. എന്നിട്ട് ഉടനെ അതിൻ്റെ സത്യാവസ്ഥ ആ സ്ത്രീ തന്നെ വന്ന് പത്രസമ്മേളനം നടത്തി ഇവൻ്റെ ഈ ഭർത്താവിൻ്റെ പേരിലും രാധാകൃഷ്ണൻ്റെ പേരിലും മറ്റേ വേറെ ഒരു ചാനലുകാരുണ്ട് അവൻ്റെ പേരിലും കേസ് കൊടുത്തു. വർക്കല കോടതി ഇപ്പോഴും കേസ് നടക്കുക, ആറ്റിങ്ങൽ കോടതിയിൽ അതിൻ്റെ. അതുകൊണ്ട് ഞാൻ പിന്നെ കേസിന് പോയില്ല. പിന്നെ ഇവന് അതും എന്നെ പൂട്ടാൻ പറ്റാത്ത രീതി വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് കള്ളക്കേസ് നോക്കി എന്നെ പൂട്ടാൻ. അവസാനം ഒരു വഴിയും ഇല്ലാതെ ഇരുന്നപ്പോഴാണ് ഈ കണ്ണ് കാണാത്ത കൊച്ചിനെ ഇവൻ സ്വാധീനിച്ച്. അതെന്താണ് സംഭവം? ഈ കുട്ടി നല്ലപോലെ പാട്ട് പാടുന്ന കുട്ടിയാണ്. അപ്പോൾ എന്നെ ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയ ഞാൻ ഈ പുഴുവരിച്ച് കിടക്കുന്നവരെയൊക്കെ എടുത്തുകൊണ്ട് പോയി ചികിത്സിക്കുകയും അവർക്ക് സഹായം ചെയ്യുന്നതൊക്കെ വീഡിയോ കണ്ടിട്ട് ഇവരൊരു ദിവസം നമ്പറൊക്കെ ഉണ്ട്, അത് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കണ്ണ് കാണാത്ത കൊച്ച്, അവരുടെ അമ്മ കണ്ണ് കാണാത്ത കൊച്ചി ജീവൻ ചേട്ടൻ ഒരു വീഡിയോ പിടിക്കണം, കൊച്ചിൻ്റെ ഒരു പാട്ട് പിടിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഒരു പാട്ട് പിടിക്കുകയും ഒക്കെ ചെയ്തു കൊടുത്തു. അതൊരു ഏകദേശം ഒരു 8 ലക്ഷം രൂപ പേരോളം കണ്ടു. ഇതിനകത്ത് മുതുകാട് സാറിൻ്റെ അടുത്ത് ഈ കൊച്ചിന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഈ കൊച്ചിനെ മുതുകാട് സാറിൻ്റെ അടുത്ത് ഒരു അഡ്മിഷൻ വേണമെന്നും അതിൻ്റെ അകത്ത് എഴുതിയായിരുന്നു. അങ്ങനെ ഈ പാട്ട് വൈറലാകുകയും മുതുകാട് സാർ ഇത് കാണുകയും മുതുകാട് സാർ എന്നെ വിളിക്കുകയും ഈ സ്ത്രീയെ വിളിക്കുകയും സ്ത്രീയുടെ മോളെയും കൊണ്ട് അവിടെ അഡ്മിഷൻ 6 മാസമായി കൊച്ച് അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് മുതുകാട് സാർ ഇവരെ ഒരു വില്ലയിലായിരുന്നു താമസിപ്പിച്ചത്. മുതുകാട് സാറിൻ്റെ സ്റ്റാഫ് വരുമ്പോൾ മാറണമെന്ന് പറഞ്ഞാണ് ഇവരെ താമസിച്ചത്. സ്റ്റാഫ് വന്നപ്പോഴും ഇവർക്ക് വേറെ വീടെടുക്കാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് മുതുകാട് സാർ പറഞ്ഞു നിങ്ങൾ പുറത്ത് വീടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെ അങ്ങനെയാണ് ഈ ബൈജു എന്ന് പറഞ്ഞ ഒരാൾ ഇവരെ സഹായിക്കാനായിട്ട് നമ്മൾ ചാനലിൽ പരസ്യം കൊടുത്തപ്പോൾ ഇവരെ ഏറ്റെടുക്കുകയും ഇവരെ കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നത്. ബൈജു ആരാ? ബൈജു എന്ന് പറയുന്നത് ഇവരെ സംരക്ഷിക്കാനായിട്ട് വന്നത്. ഞാനൊരു സംരക്ഷിക്കാൻ ഈ സ്ത്രീയെ ഈ കണ്ണ് കാണാത്ത ഭർത്താവില്ല, ഇല്ല അവരുടെ ഭർത്താവൊന്നും ഇല്ല അവർ ഈ കണ്ണ് കാണാത്ത കൊച്ചാണ്, ഒരു ദയനീയ ഒന്നും ഇല്ലാത്തവരാ. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ അയാൾ എങ്ങനെ സംരക്ഷിക്കാൻ? അയാൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ല വേറെ ഒന്നുമില്ല, അങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണത്തിനുള്ള വഴി ആരെക്കൊണ്ടൊക്കെയോ ട്രസ്റ്റ് വരെ സഹായിക്കാമെന്ന് പറഞ്ഞാണ് അയാൾ വാഗ്ദാനം ചെയ്ത് അങ്ങനെ അയാളെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ രാധാകൃഷ്ണന് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവരെ പോയി ഞാൻ അറിയാതെ തന്നെ ഇവരെ പോയി സ്വാധീനിക്കുകയും ഇവരെ ഭീഷണിപ്പെടുത്തിയും പൈസ കൊടുത്തും ആ തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇവരെ അക്കൗണ്ട് പരിശോധിച്ചാൽ. എന്തിനാ നിങ്ങൾ അപ്പം എന്നോടുള്ള വൈരാഗ്യം തീർക്കാനായിട്ട് അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം അവർ നിങ്ങൾ അവരെ സഹായിച്ചതാണ്. അവരെന്നോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ മുതുകാട് സാറിൻ്റെ അവിടെ നിന്ന് അവരെ മാറ്റിയല്ലോ. മാറ്റിയിട്ട് സാർ അവരെ പിന്നീട് അവിടെ ചേർത്തില്ല. അടുത്ത വർഷം അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്കൊരു വ്യാജ പോക്സോ കേസ് ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ ഉപയോഗിച്ച് 85 വയസ്സുള്ള ഒരു അമ്മായിമ്മയ്ക്കെതിരെ ഇവരൊരു വ്യാജ പോക്സോ കേസ് കൊടുത്തിരുന്നു ഇവരുടെ അമ്മായിമ്മയ്ക്ക് വേണ്ടി. അങ്ങനെ ഒരു അമ്മായിമ്മയ്ക്കെതിരെ അങ്ങനെ ഒരു ഇല്ല, അങ്ങനെയാണ് കെട്ടിയവനുമായിട്ട് ഇവർ പിണങ്ങിയത്. ഈ കഥയൊക്കെ അവരുടെ പഞ്ചായത്തുകാർ വിളിച്ച് എന്നെ അറിയിക്കുകയും മുതുകാട് സാറിനെ അറിയിക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ പോയപ്പോൾ പിന്നീട് ഞാൻ ഇവരെ സഹായിക്കാതെ ഇരുന്നു. ഇവർ വിളിക്കുമ്പോൾ ഇവരെ ബ്ലോക്ക് ചെയ്ത് ഞാൻ വിട്ടു. അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ സത്യം അറിഞ്ഞപ്പോൾ ഞാൻ മാറി. ആ ദേഷ്യത്തിനും കൂടെയാണ് ഇവൻ്റെ കൂടെ കൂടി ഇങ്ങനെ ഒരു കള്ളക്കേസ് ക്രിയേറ്റ്. എന്തായിരുന്നു പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൊച്ചിനെ മുനമ്പത്ത് കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടുപോയി അമ്മ കുളിക്കാൻ കയറിയ സമയത്ത് 5 മിനിറ്റ് 14 വയസ്സുള്ള സഹോദരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത്. ഈ മുനമ്പത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ? മുനമ്പത്ത് ഇത് വീഡിയോ എടുക്കാനായിട്ട് വന്നായിരുന്നു ഇവരെ. എറണാകുളത്ത് വെച്ചാണ് ഈ ഷൂട്ടിങ് നടന്നത്. മുനമ്പം ബീച്ചിൻ്റെ അവിടെ വെച്ചാണ്. അത് അവരവിടെ കടൽ കാണാനായിട്ട് അവർക്ക് ചെറുക്കനുണ്ടായിരുന്നു. ഇവരായിട്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അവിടെ ഇവരെ ഈ കൊച്ചിൻ്റെ സഹോദരനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് അവിടെ വരണം. അവരുടെ ആൻറ്റി അവിടെയാണ് താമസിക്കുന്നത് മുനമ്പത്ത്, ഈ ചെറായി ബീച്ചിൻ്റെ അടുത്ത്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ വരാം. അപ്പോൾ അവിടെ വെച്ച് ജീവൻ ചേട്ടൻ കടലിൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് ഒരു വള്ളത്തെ ഇരുത്തിയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കാരണം അതുവരെ ഒരു സഹോദര ബന്ധം പോലെയാണ് നമ്മളെ മുതുകാണ്ട്. അവിടെ താമസിച്ചിരുന്ന റിസോർട്ടിലായിരുന്നു? ഇല്ല, റിസോർട്ടിലൊന്നും താമസിച്ചില്ല. ഇവരവിടെ അതിൻ്റെ തെളിവും പ്രൂഫുകളും എല്ലാം ഉണ്ട്. അല്ല, നിങ്ങളെവിടെ താമസിച്ചിരുന്നത്? ഞാൻ അവിടെ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. അവിടെ അവരും വന്നോ? അവിടെ അതിൻ്റെ മുമ്പിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അല്ലാതെ ഞാൻ ഇവരെ പോവുകയോ ഇവരെ പീഡിപ്പിക്കുകയോ ഒന്നും ഞാൻ ഹോട്ടലിൽ ഞാൻ കൊണ്ടുപോയില്ല. ഇവർ ഈ വീഡിയോ പിടിക്കാനായിട്ട് വന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു തരത്തിലും. ഈ സംഭവം കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത്? ഇത് 2022 2023 ഇവർ പരാതി കൊടുക്കുന്നത്.
ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ടാണ് മുതുകാടൻ സാറിന്റെ അവിടെ അഡ്മിഷൻ കൊടുക്കുന്നതും അത് കഴിഞ്ഞ് ഒരു 6 മാസത്തോളം വീഡിയോ ഞാൻ അല്ലാതെ ഒരു 3-4 വീഡിയോ അല്ലാതെ പിടിച്ചു. അല്ലെങ്കിൽ സാറ് ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കും, ഞാൻ അങ്ങനെ ആ കൊച്ചിനെ നശിപ്പിച്ചിട്ടും പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 പ്രാവശ്യം എൻ്റെ മുമ്പിൽ കൊണ്ട് ഒരു അമ്മ വീണ്ടും വീഡിയോ ചെയ്യാൻ കൊണ്ടുവരുമല്ലോ. അങ്ങനെ കൊച്ചിന്റെ വീഡിയോ നിങ്ങൾ ചെയ്ത് മുതുകാടിന്റെ അവിടെ ആക്കി അവിടുന്ന് പോയ സാഹചര്യം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ കേസ് അറിയുന്നത്, ഈ പോക്സോ കേസിന്റെ കാര്യം അറിയുന്നത്. അപ്പം എനിക്ക് പേടിച്ചു പോയി. ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ പേര് വല്ല പോക്സോ കേസ് ഇവർ കൊടുക്കുമെന്ന് ആർക്കായാലും ഭയമില്ല. അതുകൊണ്ട് ഞാൻ ഇവരെ പറ്റി മോശമായ കാര്യം കേട്ടപ്പോൾ ഇവരെ ഒഴിവാക്കിയതാണ്. അതിന്റെ വൈരാഗ്യത്തിലാണ് ഇവനുമായിട്ട് ചേർന്ന് ഈ പോക്സോ കേസ് കൊടുത്തത്. അയാള് ഈ ബൈജു എന്ന് പറയുന്ന ആൾ അങ്ങനെ അവരുടെ കൂടെ കൂടാൻ കാര്യം? ബൈജുവിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജു നിങ്ങളെ ബൈജുവിന്റെ ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെണ്ണ് എന്നെ കിടന്ന് വിളിക്കുന്നതൊക്കെ ബൈജു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബൈജുവിന് അതൊരു അതൃപ്തിയായി. എന്നെ വിളിക്കും, ഞാൻ ഫോൺ എടുക്കാറില്ല. അത്രേ ഉള്ളൂ. ഇല്ല, ഒരു ബന്ധവുമില്ല. അവരുമായിട്ട് ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാവരും സഹായിക്കുന്ന പോലെ അവരെ സഹായിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബൈജുവിനെ ഇവന്മാര് ചാക്കിട്ടു. ഈ വെള്ളം അടിക്കുന്ന ഒരാളാണ് ബൈജുവിന്. അവരോട് വേറെ താല്പര്യം ബൈജുവിന് അവരെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അവിവാഹിതനായി, ഭാര്യ മരിച്ചു പോയതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുള്ളപ്പം ഇങ്ങനെയുള്ള ഞാനല്ലേ ഇവരെ ഈ മുതുകാന്റെ അടുത്തൊക്കെ കൊണ്ടുവന്നത്. അപ്പം ഞാനിത് സമ്മതിക്കില്ലെന്ന് ഓർത്തിട്ടാണ് എന്നെ ബൈജുവിന് ദേഷ്യം വന്നത്. ഇവരെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ബൈജു ഉദ്ദേശിച്ചത്. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു? അവർക്ക് താല്പര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ രാഘൻ രാധാകൃഷ്ണനൊക്കെ ആയിട്ട് ഇവർ കമ്പനി കൂടി ഇവർ പറഞ്ഞു കൊടുത്തു. അവർ ഈ ചാനലിൽ പറയുന്നതെല്ലാം ഉണ്ട്, നടന്ന സത്യങ്ങൾ മൊത്തം ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് ഇവന്മാർ തന്നെ പരാതി എഴുതി കൊടുത്ത് വള്ളക്കടവ് കൊണ്ട് കേസ് കൊടുത്തു. വള്ളക്കടവ് വെച്ച് ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. ഇവിടെ ഈ കുട്ടിയെ വള്ളക്കടവ് മുനമ്പത്തല്ലായിരുന്നു? അല്ല, വള്ളക്കടവല്ല, ഇവർ താമസിച്ചുണ്ട്. വള്ളക്കടവ് ആദ്യം എൻ്റെ കേസ് കൊടുത്ത ഇവര്. അപ്പോൾ അവിടെ പോലീസ് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, എന്നാൽ മുനമ്പത്ത് അന്ന് ഫോട്ടോഷൂട്ട് നടന്നില്ലേ, ഞാൻ വീഡിയോ പിടിച്ചു കൊടുത്തില്ലേ, അന്ന് പിടിപ്പിച്ചെന്നുകൊണ്ട് ആ ഡേറ്റിൽ പോലും അല്ല അവർ കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പിടിച്ച ഡേറ്റ് വേറെ, പുതിയ കേസ് കൊടുത്തു. അത് ചീറ്റിപ്പോയപ്പോൾ അടുത്ത കേസ് മുനമ്പത്ത് കൊടുത്തിട്ട് അവിടെ ഞാൻ എളമക്കര SIയെ തല്ലി ഒരു കേസ് എന്ന് പറഞ്ഞ് എൻ്റെ പേര് ഒരു കള്ളക്കേസ് എടുത്തായിരുന്നു. അല്ല, എനിക്ക് കേസില്ല. അത് കേസില്ല. ഇല്ല. മുനമ്പ് SI അല്ല, എളമക്കര SI. എളമക്കര SI എന്ന് പറഞ്ഞ കാറിൻ്റെ അകത്ത് ഒരു കള്ളം കക്കാൻ കയറി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറിൻ്റെ അകത്ത്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ ഈ കള്ളനെ പിടിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് ഈ എളമക്കര ഈ ഡോക്ടറെ ഭാര്യയെ ഗുണ്ടകൾ മർദ്ദിച്ച ഒരു FIR ഈ SI ക്രൈം നന്ദകുമാറുമായിട്ട് ബന്ധപ്പെട്ട്. വിഷയം അത് ഈ ഡോക്ടറിന്റെ ഭാര്യയെ കുറെ ഗുണ്ടകൾ, ഡോക്ടർ എൻ്റെ സുഹൃത്താണ് ഡോക്ടർ. അപ്പം ഡോക്ടറിന്റെ ഭാര്യയെ ബലമായിട്ട് കുറെ ഗുണ്ടകൾ കയറി ആക്രമിച്ചു. അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് എറണാകുളത്ത്. അപ്പോൾ അതിൻ്റെ പേര് ആ സ്ത്രീ ഒരു ഡോക്ടറും കൂടി ആണെന്ന് ഓർക്കണം. എന്നിട്ട് പോലും ഈ ഫൈസൽ കുറെ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് എളമക്കര. ഈ മുസ്ലിംസിൻ്റെ PDP അല്ലല്ലോ, ഒരു SDP പോലുള്ള സംഘടന, അങ്ങനെ ഒരുപാട് വീട് എടുക്കുകയും ഒരുപാട് തട്ടിപ്പ്. ഫൈസൽ എന്ന് പറയുന്ന കാസർഗോഡുകാരൻ. അപ്പോൾ അതാണ് ഈ ഡോക്ടറെ വഞ്ചിച്ച്. അങ്ങനെ ഡോക്ടർ വഞ്ചിച്ചു, വണ്ടിച്ചെക്ക് കൊടുത്ത്. ഈ പൈസ ചോദിച്ചപ്പോഴാണ് ഡോക്ടറിൻ്റെ ഭാര്യയെ പിടിച്ച് തല ഇടിച്ച് ശക്തമായി അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ ഫൈസൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഈ പെണ്ണ് കേസൊക്കെ ഉണ്ട്, ഹണി ട്രാപ്പൊക്കെ ഉണ്ട് ജാഫറിൻ്റെ കയ്യിൽ. അപ്പോൾ ഈ ഹണി ട്രാപ്പ് ചെയ്ത് പോലീസുകാരൊക്കെ കുരുക്കിയിട്ടുകൊണ്ട് ജാഫർ ഫൈസലിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞാൻ അത് പോയി ചോദ്യം ചെയ്തു. SI ആയിട്ട് ഞാൻ വാക്കേറ്റം ഉണ്ടായി. നിങ്ങൾ ക്രൈം നന്ദകുമാറിൻ്റെ സ്റ്റാഫാണോ? അല്ല, സ്റ്റാഫല്ല, ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ആ സമയത്ത് വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ SI അന്ന് രാത്രിക്കകത്ത് ഒരു കള്ളനെ ഡോക്ടറിൻ്റെ വണ്ടിക്കകത്ത് എന്നെ കുരുക്കാൻ വേണ്ടി മനഃപൂർവ്വം വണ്ടിക്കകത്ത് കയറ്റി ഞാൻ ആ കള്ളനെ പിടിച്ചു കൊടുക്കുകയും SI ഒക്കെ വരുമ്പം കള്ളനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാതെ SIയെ ഞാൻ മർദ്ദിച്ചെന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി 13 ദിവസം ആലുവ സബ് ജയിലിലിട്ടു. അപ്പം നിങ്ങൾ ആദ്യം ജയിലിൽ പോയത് ആദ്യം അതും കള്ളക്കേസാണ്. അങ്ങനെ ഞാൻ DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ അതോറിറ്റി അത് എനിക്ക് അനുകൂലമായിട്ട് ആ കേസ് ഇപ്പം ഇല്ല, തള്ളിക്കളഞ്ഞു പോലീസുകാർ. അതിൻ്റെ മൊത്തം CC ഫുട്ടേജൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അനുകൂലമായിട്ട് എല്ലാ ചാനലും ക്രൈം നന്ദകുമാറൊക്കെ ഒരുപാട് ന്യൂസ് ചെയ്തതായിരുന്നു. നന്ദകുമാറുമായിട്ട് തെറ്റിയത് എനിക്ക് ശമ്പളം തന്നിട്ടില്ലായിരുന്നു. ഒരു 1.5 ലക്ഷം രൂപയോളം എനിക്ക് തരാനുണ്ടായിരുന്നു.
ഒരു വീണ ജോർജിന്റെ മോർഫി ഒരു ഒരു വിവാദം ഉണ്ടായിരുന്നു. നന്ദകുമാറിന്റെ സ്റ്റാഫ് കേസ് കൊടുത്ത വിഷയമുണ്ട്. നന്ദകുമാറിനെതിരെ ഒരു സ്ത്രീ അവരൊരു ഗ്രൂപ്പ് മൊമാറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൽ ഈ നന്ദകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് നീതി കിട്ടാത്തവരെല്ലാം അവർ ആ ഗ്രൂപ്പിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ ശമ്പളം കിട്ടാത്ത കാര്യം പറയും. 1.5 ലക്ഷം രൂപയോളം എനിക്ക് തരാനുണ്ട്. ഞാൻ ഒരുപാട് ന്യൂസ് നന്ദകുമാറിന് കൊടുത്ത് ഒരുപാട് വൈറലാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്ക് വന്ന് നന്ദകുമാറിനെ ഞാൻ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത് എന്നെയും ചീത്ത വിളിച്ചു, ഞാനും തിരിച്ച് ചീത്ത വിളിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പിണക്കമായി. ആ സമയത്താണ് നന്ദകുമാർ എനിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഗുണ്ടയാ, വീണ ജോർജിൻ്റെ ഗുണ്ടയാന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു ഗുണ്ടയാക്കി മാറ്റാനുള്ള ശ്രമമൊക്കെ നടന്നു. ഇപ്പം നന്ദകുമാരുടെ പിണക്കത്തിലാണോ? പിണക്കത്തിലാണോ എന്ന് ചോദിച്ചാൽ എന്നെ ഈ കേസിലൊക്കെ ഒരുപാട് കള്ള വീഡിയോ ഒക്കെ ഇട്ട് അവമാനിച്ചു. ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ വീണ ജോർജിനെ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ ഗുണ്ടയാന്നൊക്കെ പറഞ്ഞ് വാർത്ത ചെയ്തു. എന്നിട്ട് ആ കേസ് എന്തായെന്ന് അറിയത്തില്ല ഇപ്പോഴും. അത് തീർന്നു, അത് തീർന്നു പോയി. അവർ തന്നെ അത് റെഫർ ചെയ്തു, ക്യാൻസലാക്കി, റെഫർ ചെയ്തു. പിന്നീടാണ് നിങ്ങൾക്ക് മുനമ്പത്തെ കേസ് ഉണ്ടെന്ന്, പോക്സോ കേസ് ഉണ്ടാവുന്നത്. അതെ. ആ പോക്സോ കേസ് എങ്ങനെയാണ് സംഭവിച്ചത്? ഇവർ കൊണ്ടുപോയി മുനമ്പം പോലീസ് സ്റ്റേഷൻ പരാതി കൊണ്ടുപോയി. മുനമ്പത്ത് ഇവരെ കൊണ്ട് രാഘൻ രാധാകൃഷ്ണനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന അല്ലമീൻ, രാഘൻ രാധാകൃഷ്ണൻ, ബൈജു, പിന്നെ മണിയൻ. അല്ലമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോയ്ക്ക് നീതി മേടിച്ചു കൊടുത്തതാണ്. ഒരു ഓട്ടോ, സാറൊക്കെ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ഓട്ടോ TVSൻ്റെ ഓട്ടോ കേടായിപ്പോ എന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ അടുത്ത് നീതിക്ക് വേണ്ടി വരികയും അതിനെപ്പറ്റി പഠിച്ച് ഞാൻ കമ്പനിക്കെതിരെ സമരമൊക്കെ നടത്തി ആ ഓട്ടോ അവർ തിരിച്ചെടുക്കുകയും പൈസ കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവൻ എന്നെ വെച്ച് ഞാൻ ജീമാൻ കല്ലൂരയ്ക്കെല്ലാം നീതി മേടിച്ച് തരുമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇവിടുന്നും പോയി പൈസ മേടിക്കാൻ തുടങ്ങി. 2000 3000 വെച്ച്. ഞാൻ വരുമ്പോൾ എനിക്ക് 100 കണക്കിന് ഫോൺ വരിക, എന്നോട് പൈസ മേടിച്ചിട്ട് അതെന്താ നിങ്ങളുടെ അസിസ്റ്റൻ്റ് വന്ന അല്ലമീൻ എന്ന് പറഞ്ഞ പയ്യൻ വന്ന് പൈസ മേടിച്ചല്ലോ. അങ്ങനെ അല്ലമീനെ അവരുടെ അടുത്ത് കൊണ്ടുപോയി ആ പൈസ ഞാൻ തിരിച്ചു കൊടുപ്പിച്ചു. മേലാ ഇനി ഇതുപോലത്തെ തട്ടിപ്പ് നീ കാണിക്കല്ല, എൻ്റെ സ്വഭാവം പക്ഷേയാണ് ഞാൻ അതിൻ്റെ തന്നെ നിനക്ക് കേസിന് പോകും. അവനും ശത്രുവായി. അവനപ്പോൾ എന്ത് ചെയ്തു, ഇവരുടെ കൂടെ കൂടി. പിന്നെ ബൈജുവും അല്ലമീനും രാഘൻ രാധാകൃഷ്ണനോട് ചേർന്ന് മുനമ്പത്ത് ബൈജു ഈ സ്ത്രീയെ കൂട്ടി പരാതി കൊടുപ്പിച്ചു. ഇവിടുന്ന് റെഫർ ചെയ്യുകയായിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുത്തെ പോലീസുകാരും മറ്റേ എളമക്കരയിലെ അവരെല്ലാം കൂടെ ബന്ധപ്പെട്ട് പോലീസുകാരും എനിക്കെതിരായിരുന്നു. അപ്പോൾ ഇവരെല്ലാം പിണക്കം ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഇടപെട്ടിട്ടാണ് ഈ കേസ്. സാറേ, എന്നെ തട്ടിക്കൊണ്ട് പോകുമായിരുന്നു പോലീസുകാർ വന്ന് കാസർഗോഡിൽ നിന്ന്. ഞാൻ ഒരു സ്വാമിജിയുടെ വീഡിയോ, ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ പോയതായിരുന്നു സ്വാമിജിയുടെ. അപ്പം ഞാനൊരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിജിയുടെ പേരെന്നാ? സൂര്യവംശി സ്വാമി. ഒറിജിനൽ സ്വാമിയാണ്. അയാൾ ഒരു വലിയ ബിസിനസ്സുകാരൻ, 3 സ്റ്റാർ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ സുഹൃത്തിൻ്റെ ഒരു വീഡിയോ, പുതിയ ഷോപ്പിൻ്റെ വീഡിയോ എനിക്കായിരുന്നു കിട്ടിയത്. അപ്പോൾ അതിൻ്റെ യൂട്യൂബ് വർക്കിന് വേണ്ടി ഞാൻ പോയതാണ്. ആ സമയത്താണ് ഒരു വണ്ടി തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു സംഘം, ഒരു 10-20 പോലീസ് വന്ന് എന്നെ 6-ാം തീയതി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പേരിൽ ഒരു ആരോപണമുണ്ട്, ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൺഫേം ചെയ്യാനാന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുപോയി. ഒരു ദിവസം സ്റ്റേഷനിൽ മാന്യമായ രീതിയിൽ അവിടെ നേരം വെളുക്കുന്നിടം വരെ എന്നെ അവിടെ തളിപ്പറമ്പ് സ്റ്റേഷനിൽ എന്നെ ഇരുത്തുകയും പിറ്റേന്ന് ഒരു ഇന്നോവ കാറിൽ വന്ന് മഫ്തി വന്ന് ഒരു പോലീസുകാർ എന്നെ വന്ന് എൻ്റെ മൊബൈൽ വന്ന ഉടനെ അവർ മേടിച്ചു. എനിക്ക് വിളിക്കാനോ എനിക്ക് ഒരാളെ എൻ്റെ വീട്ടുകാരെ വിളിക്കുകയോ ആരും അറിയാതെ ഇവരെന്നെ പൊക്കിക്കൊണ്ടുപോയി. എന്നിട്ട് നേരെ വൈദ്യ പരിശോധന എറണാകുളത്ത് കൊണ്ട് നടത്തിയിട്ട് നേരെ കൊണ്ട് ജയിലിലോട്ട് ഇടുകയാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് പോക്സോ കേസ്. എന്നെ ചോദ്യം ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല ഈ നിമിഷം വരെ. അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ എടുത്തു. എത്ര ദിവസം ജയിലിൽ കിടന്നു? 160 ദിവസം. 10 ദിവസം എറണാകുളം സബ് ജയിലിലും 150 ദിവസം വിയ്യൂർ സബ് ജയിലിലും. വില്ലൂർ സെൻട്രൽ ജയിലിൽ? വിയ്യൂർ സബ് ജയിൽ. അല്ല, അപ്പം നിങ്ങൾ ജാമ്യാപേക്ഷ ഒന്നും കൊടുത്തില്ലേ? ഇല്ല. ഇവരെ കൊണ്ടുവന്ന് രാഘൻ രാധാകൃഷ്ണൻ ഈ സ്ത്രീയും മോളെയും കൊണ്ടുവന്ന് അല്ലമീനും എല്ലാവരും കൂടി എനിക്ക് ജാമ്യം തരല്ലെന്ന് പറഞ്ഞ് ജാമ്യം കട്ടാക്കാൻ വന്നു. അപ്പം ജഡ്ജിക്ക് സംശയമായി. ഞാൻ പറഞ്ഞത് നമ്മൾ ജയിലിലാകുമ്പോൾ കുറച്ച് ജാമ്യാപേക്ഷ കൊടുക്കണ്ടേ? അതെ. അത് കൊടുത്തില്ലേ? കൊടുത്തായിരുന്നു. എപ്പോൾ തന്നെ കൊടുത്തു? കൊടുത്ത് ഒരു 2 പ്രാവശ്യം കൊടുത്തു. ഒരു പ്രാവശ്യം തള്ളിപ്പോയി എറണാകുളത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ. അത് വേറെ കോടതി, പെരുമ്പാവൂർ കോടതിയാണ് എനിക്ക് ജാമ്യം തരുന്നത്. എത്ര? 2 ആഴ്ച? 160 ദിവസം കഴിഞ്ഞിട്ടാ? 160 ദിവസം കഴിഞ്ഞിട്ട് അതാട്ടെ ജാമ്യം കൊടുത്തത്. കണ്ണ് കാണാത്ത കൊച്ചായതുകൊണ്ട് ജാമ്യം കിട്ടുകയെന്ന് വക്കീൽ പറഞ്ഞ് താമസിച്ചാ ജാമ്യം കൊടുത്തു. ഏതാണ്ട് 6 മാസത്തോളം. എന്നോട് ചോദിച്ചത് കള്ളക്കേസാന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. വക്കീൽ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 100% ഉറപ്പാണ്, ഞാൻ ചെയ്യാത്ത കേസാ, 100%. വക്കീൽ എവിടെ കിട്ടിയതാ? വക്കീൽ എൻ്റെ ചാനലിൻ്റെ ഓണർ കണക്ട് ചെയ്ത് തന്നായി വക്കീൽ. എന്നിട്ട് ആ വക്കീൽ ആത്മാർത്ഥമുള്ള വക്കീൽ. ആത്മാർത്ഥമുള്ള വക്കീൽ. എന്നിട്ട് 6 മാസം എടുത്തു. എത്ര പ്രാവശ്യം ജാമ്യാപേക്ഷ കൊടുത്തു?
ഒരൊറ്റ പ്രാവശ്യമേ ഉള്ളൂ. തള്ളി. അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്നും തള്ളി എറണാകുളത്ത് കൊടുത്തത്. പിന്നെ പെരുമ്പാവൂർ പോക്സോ കോടതി എന്നെ ആദ്യമായിട്ട് ഹാജരാകിയപ്പം ഞാൻ ജഡ്ജിയോട് കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് സംഭവം, ഞാൻ പൊതുപ്രവർത്തകൻ, എന്നെ ചതിച്ചാണ്, ഞാൻ എന്നെ വെളിയിലിറക്കിയാൽ ഞാൻ എൻ്റെ സത്യം എല്ലാം ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജഡ്ജി എനിക്ക് അന്നേരം ജാമ്യം തരികയും 1 മാസം കൊണ്ട് കേസ് തീരുകയും ചെയ്തു. ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഇവർ DGP അടക്കമുള്ളവർക്ക് ഈ സ്ത്രീ തന്നെ പരാതി കൊടുത്ത് ഇവർക്കെതിരെ പ്രൊട്ടസ്റ്റ് ഓർഡറൊക്കെ രാധാകൃഷ്ണനൊക്കെ അത് ചെയ്യിപ്പിച്ച അവർ പെട്ടെന്ന് നിലപാട് മാറ്റാൻ പറഞ്ഞാൽ അവരകത്താവുമെന്ന് അവർക്ക് മനസ്സിലായി. ഇത് കള്ളക്കേസല്ലേ, കള്ളക്കേസാണെന്ന് അവർക്ക് അറിയാം. അപ്പം ആരാണ്ട് പറഞ്ഞു ഇവർ ജീമോൻ്റെ കള്ളക്കേസാണ്, ജഡ്ജി വെറുതെ വിടുവാണെങ്കിൽ നിങ്ങൾ അത്രത്തോളം വർഷം നിങ്ങൾ ആ ജയിലിൽ കിടക്കേണ്ട വരുമെന്ന് ഇവരെ ആരോ വക്കീൽ പറഞ്ഞു കൊടുത്തു, ഇവരുടെ വക്കീൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ജീമോൻ വെറുതെ പറയുന്നതല്ല. ഈ സ്ത്രീ, ഈ പരാതിക്കാരി പിന്നീട് DGPക്കും കോടതിയിലൊക്കെ കൊടുത്തൊരു സത്യവാങ്മൂലമുണ്ട്. അതിലെ പ്രധാനമായി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സാർ, എനിക്ക് 2 മക്കളാണ്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. മോൾ ജന്മന കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. എത്ര ചികിത്സിച്ചാലും ഇനി ഒരിക്കലും മോൾക്ക് കാഴ്ച കിട്ടില്ല എന്നാണ് ഡോക്ടർമാർ മോളുടെ കണ്ണുകൾ പരിശോധിച്ചിട്ട് പറഞ്ഞത്. മോൾക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് ചികിത്സ ഒരുപാട് കാശ് ചിലവായി. കയ്യിൽ കാശില്ലാതായപ്പോൾ എൻ്റെ ഭർത്താവ് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം ഈ 2 മക്കളെയും കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സാമ്പത്തികമില്ലാത്തതുകൊണ്ട് സന്മനസ്സുകളുടെ സഹായത്താലും സോഷ്യൽ മീഡിയ വഴിയുള്ള സംഘടനകളുടെ സഹായം ചോദിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടൊക്കെയാണ് ഞാൻ മക്കളെ വളർത്തി പഠിപ്പിക്കുന്നതൊക്കെ. എൻ്റെ മോൾ മനോഹരമായി പാട്ട് പാടുന്ന കുട്ടിയാണ്. അവളുടെ ആഗ്രഹം നല്ല ഒരു പാട്ടുകാരിയാകണം എന്നതാണ്. യാദൃച്ഛികമായി സോഷ്യൽ മീഡിയയിൽ പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന സാമൂഹ്യ പ്രവർത്തകൻ്റെ ഒരു ചാരിറ്റി വീഡിയോ ഞാൻ കാണാൻ ഇടയാവുകയും അദ്ദേഹത്തിന് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി എൻ്റെ മോൾ പാടിയ പാട്ടുകളും എൻ്റെ ദുരിതപൂർണ്ണമായ ജീവിതവും ഒക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം സഹായിക്കാമെന്ന വാക്ക് പറഞ്ഞ് മോളുടെ ആഗ്രഹം മുതുകാട് സാറിൻ്റെ സ്കൂളിൽ പഠിച്ച് അവിടെ നിന്നുകൊണ്ട് ഒരു നല്ല ഗായികയാവുക എന്നതാണ് എന്ന് മോൾ വിഷമത്തോടെ ജീമോൻ കല്ലുപുരയ്ക്കലിനോട് പറയുകയും ചെയ്തപ്പോൾ ഫ്രീലാൻസ് ചാനലുകളിൽ ജോലി ചെയ്യുന്നുണ്ട്, മോളുടെ പാട്ടുകൾ വീഡിയോ എടുത്ത് ചാനലിൽ ഇടാം എന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് മോളുടെ പാട്ടുകൾ പിടിക്കുകയും ചാനലുകളിൽ ഇടുകയും അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ആ വീഡിയോ ഗോപിനാഥ് സാറിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം അത് കണ്ടിട്ട് ജീമോൻ കല്ലുപുരയ്ക്കലിനെയും ഞങ്ങളെയും വിളിക്കുകയും ചെയ്തു. സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മോളെ കൊണ്ട് സാർ പാട്ട് പാടിപ്പിച്ചു. അദ്ദേഹത്തിന് അത് ഇഷ്ടമാവുകയും പാട്ട് അദ്ദേഹത്തിൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുകയും മോൾക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തു. താമസിക്കാൻ വീടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു 6 മാസത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ താമസിക്കുന്ന ഒഴിഞ്ഞ വില്ല തന്ന് സ്റ്റാഫുകൾ വരുമ്പോൾ അത് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. സ്റ്റാഫുകൾ വന്നപ്പോൾ വേറെ വീടെടുത്ത് മാറാൻ ഞങ്ങളോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ജീമോനെ വിളിക്കുകയും ജീമോൻ കല്ലുപുരയ്ക്കൽ ഞങ്ങൾക്ക് പൂന്തുറയിൽ ഒരു വാടക വീടെടുത്ത് തന്ന് അവിടെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് ഞങ്ങളെ സഹായിപ്പിച്ചു. വീണ്ടും വാടക കൊടുക്കാൻ ഒക്കെ കാശിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ജീമോൻ കല്ലുപുരയ്ക്കലിൻ്റെ അടുത്ത് ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് ജീമോൻ കല്ലുപുരയ്ക്കലിൻ്റെ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഓണർ ഞങ്ങളെ കാണുകയും അയാളുടെ മോഹന വാഗ്ദാനത്തിൽപ്പെട്ട് ഞങ്ങൾ അയാൾ താമസിക്കുന്ന ശംഖുമുഖം എന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ ബൈജുവും ജീമോൻ കല്ലുപുരയ്ക്കലും ചേർന്ന് ഞങ്ങൾക്കൊരു വീട് എടുത്തു തരികയും ചെയ്തു. ആ വീട്ടിൽ ഞാൻ താമസിക്കുന്നതിന് മുൻപ് ബൈജുവായി ജീമോൻ കല്ലുപുരയ്ക്കൽ എന്തോ കാര്യത്തിന് പിണക്കമായി. അയാളുടെ വീട്ടിൽ നിന്ന് പോയി. ഉടനെ ബൈജു വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. ബൈജുവിനെ വിശ്വസിച്ച് ഞങ്ങൾ അയാൾ ഏർപ്പാട് ചെയ്ത വീട്ടിലേക്ക് താമസം മാറ്റുകയും വളരെ സ്നേഹത്തോടെ ബൈജു ഞങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ അവിടെ തരികയും ചെയ്തു. ഇനിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ജീമോൻ കല്ലുപുരയ്ക്കൽ എന്നെ വീണ്ടും വിളിച്ച് കാര്യങ്ങൾ തിരക്കി. ബൈജു എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവിടെ തന്നെ നിന്നോളാൻ ജീമോൻ പറഞ്ഞു. എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താണ് ഞാൻ ആദ്യം മുതൽ ജീമോനെ കണ്ടിരുന്നത്. ഞാൻ ജീമോനായി ഫോൺ വിളിക്കുന്നത് കാര്യങ്ങൾ പറയുന്നതും ബൈജു ശക്തം എതിർക്കുകയും ജീമോനെ ഫോണിൽ വിളിച്ച് ചീത്ത പറയുകയും ചെയ്തു. എന്നെയും ജീമോനെയും മോളെയും കുറിച്ച് ബൈജു ജീമോൻ്റെ വീട്ടിലും ജീമോനും വിളിച്ച് മോശമായി പറയുകയും ഫോണിൽ ചീത്ത വിളിക്കുകയും ചെയ്തപ്പോൾ ജീമോൻ കല്ലുപുരയ്ക്കൽ ബൈജുവിനെ വന്ന് അടിക്കുകയും ചെയ്തു. ഇത് ബൈജുവിനെ ജീമോനോട് പകയായി. ജീമോനെ കൊടുക്കാൻ അയാൾ പദ്ധതിയിട്ടു. സാമൂഹിക പ്രവർത്തകൻ ജീമോന് നിരവധി ശത്രുക്കളുള്ള വിവരം ബൈജുവിനറിയാം. അവരിൽ ജീമോനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ശത്രുക്കളായ പ്രവാസിയായ മണിയൻ ഭാസ്കരൻ, ജീമോനു എന്ന വ്യാജ അപവാദ ന്യൂസ് ചെയ്യുന്ന TV താരം രാഗം രാധാകൃഷ്ണൻ, ജീമോനെതിരെ നിരന്തരം ഫേക്ക് ഐഡിയായി വന്ന അദ്ദേഹത്തിൻ്റെ നന്മയുള്ള ന്യൂസുകൾക്കടിയിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന അല്ലമീൻ എന്നിവരും ചേർന്ന് ബൈജു ഗൂഢാലോചന നടത്തി. മണിയനും രാഗ രാധാകൃഷ്ണനും അല്ലമീനും ഞാനും താമസിക്കുന്ന വീട്ടിൽ വരികയും എൻ്റെ മോൾക്ക് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കുട്ടിയാണ്, അവളെ വലിയ പാട്ടുകാരിയാക്കി മാറ്റാം, ഒരുപാട് TV ഷോകൾ പാടാനുള്ള അവസരവും ഇവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു കുട്ടിയെ മോഹിപ്പിച്ചു. അവർ പറയുന്ന പോലെ പറയാൻ ട്രെയിനിങ് കൊടുക്കുകയും ഞാനതിനെ എതിർത്തപ്പോൾ ജീമോനായി അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയും എതിർത്താൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് മോളോട് ബൈജു എൻ്റെ ആഹാരത്തിൽ വിഷം കലർത്തി തന്നു, നിങ്ങളെ മുഴുവൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞാൽ മോൾ രക്ഷപ്പെടും, രണ്ടിലെന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കണം പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ച് ജീമോൻ ചോട്ടനെതിരെ അവർ പോലീസിൽ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ മൊഴി കൊടുത്തു. അതിന് പകരം ഞങ്ങൾക്ക് കുറച്ച് ക്യാഷ് തരികയും 3 മാസം വീട്ടിലേക്ക് ഫുൾ ഫുഡ് ഐറ്റംസ് വാങ്ങിത്തരികയും ചെയ്തു.
പിന്നെ ഞങ്ങൾ കേൾക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിന് ജീമോനെ പോലീസ് എൻ്റെ മോൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മുനമ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്നാണ്. പിന്നെ ഇവർ എല്ലാവരും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നത് ഞാൻ കേട്ടു. അവനെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടത്തണം, ജാമ്യം പോലും കിട്ടരുത് എന്ന്. അതിനായി വീണ്ടും ഞങ്ങളെ 5 മാസം കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർ കോടതിയിൽ കൊണ്ടുപോയി കരയിപ്പിച്ചു, മോളെ കൊണ്ട് പറയിപ്പിച്ചു. ജീമോൻ കല്ലുപൊരിക്കൽ നിരവധി കേസുകൾ പ്രതിയാണ്, ജാമ്യം കിട്ടിയാൽ ഞങ്ങളെ വന്ന് വെട്ടിക്കൊല്ലും എന്ന് കോടതിയിൽ പറയിപ്പിച്ചു. ഈ ദ്രോഹമൊക്കെ ഞങ്ങൾ ചെയ്തത് ഇവർ ഞങ്ങളെ കൊല്ലുമെന്നും അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കുമെന്നും ആണ്. അത് ജീമോൻ ചേട്ടൻ്റെ ശത്രു മീഡിയ മുതലാളി രാഘരാധാകൃഷ്ണൻ പോലീസ് ഓഫീസർമാരും രാഷ്ട്രീയക്കാരും എന്നല്ല സ്വാധീനമുള്ള ആളാണ് എന്നും അവരും അയാളുമായുള്ള ഫോൺ വിളിയിലും സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായത്. അയാളെപ്പറ്റി ജീമോൻ ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു. ഒരുപാട് കേസിൽ പ്രതിയുമാണ് രാഘരാധാകൃഷ്ണൻ. ജീമോൻ ചേട്ടൻ പൊതുസമൂഹത്തിൽ നന്മയ്ക്കാൻ നടത്തിയിട്ട് ഒറ്റയാൻ സമരങ്ങൾ, പെറ്റി കേസുകൾ എല്ലാം അദ്ദേഹത്തെ വെറുതെ വിട്ടതിനെ, പെറ്റി അടിച്ചതിനൊക്കെ ക്രൈം നമ്പർ എടുത്ത് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ജീമോൻ ഒരുപാട് കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞു. അതിനുശേഷം തിരുവനന്തപുരത്തു നിന്നും ഞങ്ങളെ ഞങ്ങളുടെ സ്വന്തം വീടായ കോട്ടയം പുതുപ്പള്ളിയിലെ വീട്ടിൽ ഇവർ കൊണ്ടുവിട്ടു. പിന്നെ ഫോണിൽ വിളിച്ച് കോടതിയിൽ കേസിൻ്റെ ഡേറ്റ് ആകുമ്പോൾ വന്നുകൊണ്ട് പോകാം, മണിയൻ ഭാസ്കരൻ ഞങ്ങൾക്ക് വസ്തുവും വീടും വെച്ച് തരാമെന്ന് പറഞ്ഞ് കോടതിയിൽ ജീമോനെതിരെ കള്ളമൊഴി കൊടുത്താൽ ഒരു നിരപരാധിയ മനുഷ്യനെ ചതിച്ചത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഓരോ നിമിഷവും മാനസിക വിഷമമുണ്ടായി. മോൾക്കും പിന്നെ തെറ്റ് മനസ്സിലായി. അവൾക്ക് ഒരുപാട് ആശ കൊടുത്ത് പറയിപ്പിച്ചതാണ്. അന്ന് ഹോട്ടൽ റൂമിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ജീമോന്റെ ശത്രുക്കൾ ഭീഷണിപ്പെടുത്തി എന്നെയും മോളെയും കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ ബൈജു എന്ന ദുഷ്ടന മനുഷ്യൻ ആണ് ഇതിനൊക്കെ കാരണം. അതുകൊണ്ടുണ്ടായ സംഭവം എല്ലാം എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ മുന്നിൽ തുറന്നു പറയണം. ഞങ്ങളെ സഹായിച്ച ജീമോൻ കല്ലുപൊരിക്കൽ എന്ന നന്മയുള്ള മനുഷ്യനെ ജീവിതകാലം മൊത്തം എൻ്റെ കണ്ണു കാണാത്ത മോളെ പീഡിപ്പിച്ചു, കളവ് പറയിപ്പിച്ചത് ഇവരാണ്. പോലീസിൻ്റെ സഹായത്തോടെയും അല്ലാതെയും ഇവരെല്ലാവരും ഞങ്ങളെ അപകടത്തിൽപ്പെടുത്തുമോ എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട്. ഈ കൊടും ക്രിമിനലായ രാഘരാധാകൃഷ്ണൻ, മണിയും ഭാസ്കരനും അല്ലമീനുമാണ് ഞങ്ങളെ സത്യം പറഞ്ഞാൽ കൊല്ലുമെന്ന് ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തിയത്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന്, ഞങ്ങളുടെ ജീവൻ ആപത്തുണ്ടാകാതെ നോക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ഫോൺ അവർ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വിവരം അവർ എങ്ങനെയെങ്കിലും അറിയാനിടയായാൽ ആ നിമിഷം അവർ ഞങ്ങളെ കൊല്ലും എന്നുറപ്പാണ്. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് ഇവർക്കെതിരെ അർഹമായ നടപടി കൈക്കൊള്ളും താഴ്മയെ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. എതിർകക്ഷി ഫോൺ വിളിച്ചപ്പോൾ ഉണ്ടായ സത്യം ഞാൻ കോടതിയിൽ തുറന്നു പറയും എന്ന് പറഞ്ഞു. എൻ്റെ മനംമാറ്റം പറഞ്ഞ് എതിർകക്ഷികൾ എന്നെ നേരിട്ട് വീണ്ടും ഫോൺ വിളിച്ചു. ഈ വരുന്ന ഫെബ്രുവരി 8-ാം തീയതി കേസുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞു തന്നതുപോലെ മൊഴി പറഞ്ഞില്ലെങ്കിൽ കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. 8-ാം തീയതി ഞാൻ സത്യം തുറന്നു പറയും എന്ന് പറഞ്ഞപ്പോൾ നിന്നെ കോടതി കാണിക്കില്ല എന്നും 8-ാം തീയതിയിലെ കേസിൻ്റെ വക്കീലിനെ കൊണ്ട് കേസ് അവർ മാറ്റിവയ്പ്പിക്കുമെന്ന് പറഞ്ഞു. വീണ്ടും ഭീഷണിപ്പെടുത്തി. മുനമ്പം പോലീസ് സ്റ്റേഷനിലെ കുറച്ച് പോലീസുകാരും എന്നെ ഭീഷണിപ്പെടുത്തി. സത്യം പറഞ്ഞാൽ എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടും എന്ന്. പോലീസിൻ്റെ സഹായം കൂടാതെ തന്നെ എനിക്ക് മോൾക്കും കോടതിയിൽ പോയി സത്യം പറയാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് ഈ സംഭവത്തിൻ്റെ ചുരുക്കം. ഇതിനുശേഷം ഇവർ കോടതി പോയോ? കോടതി പോയിട്ട് പോലീസ് ഹൈക്കോടതി പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഇവർക്ക് ഇവരിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടി. അത് ഇതിൻ്റെ അകത്തുണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ. ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഫെബ്രുവരി 2024 writ petition order. Petition here with the survey criminal. The final report has been laid. The case has been scheduled trial, which is state government. The petition contends that they are being consulted to respond to 7 to 10 tender evidence. The matter suggests him submitted that unless direction issued, the petition may not be able to appear before the learned session judge. The learned government plan submitted that necessary steps shall be taken to ensure that the petitioner are able to tender the evidence without fear and no harm is caused to them. അതായത് പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടി. അതെ, അതോടെ അങ്ങനെ ഇവര് പോലീസുമായിട്ട് പോയി അവിടെ സത്യം തുറന്നു പറയുകയായിരുന്നു കോടതിയിൽ. എന്നിട്ടോ അങ്ങനെ വിചാരണ പോലും ഇല്ലാതെ എന്നെ കോടതി വെറുതെ വിട്ടു. അപ്പം തന്നെ അക്യൂസ് ചെയ്ത് വിട്ടു. 160 ദിവസം എന്നെ വിലപ്പെട്ട സമയം എൻ്റെ കളഞ്ഞു. പിന്നെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും 24 അടക്കം എല്ലാ ചാനലുകാരും നിരവധി തവണ കുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞ എൻ്റെ വാർത്ത വന്ന് അതോടുകൂടി പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം, ആത്മഹത്യയുടെ മുമ്പിലായിപ്പോയി. എൻ്റെ പൊതുപ്രവർത്തനം എല്ലാം തകർന്നു. ഞാൻ മരിച്ചാലോ എന്ന് പോലും ആലോചിച്ച ദിവസങ്ങളായിരുന്നു. പിന്നീട് ഞാൻ ശക്തമായ എൻ്റെ അമ്മയും എൻ്റെ സഹോദരൻ കൂടപ്പിറപ്പുകളെല്ലാം എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുകയും ഭാര്യയെ നേരത്തെ ഞാൻ പിണക്കത്തിലായിരുന്നു. അതിനു മുമ്പേ അങ്ങനെയാണ് ഞാൻ ഇവിടെ പൊതുപ്രവർത്തനം തുടങ്ങിയത്. ഞാൻ ഭാര്യയെ MBBS ഒക്കെ പഠിപ്പിച്ചത്, നമ്മതിൽ കല്യാണമൊക്കെ കഴിച്ച്. അത് ഒരു കഥയാണ്. അത് കോടതി എനിക്ക് നഷ്ടപരിഹാരമൊക്കെ വിധിച്ചതാണ്. 1.25 കോടി രൂപയോളം ആറ്റിങ്ങൽ കോടതി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും അവരുടെ വസ്തുക്കളെല്ലാം. അങ്ങനെയാണ് ഈ പിന്നെ ഭാര്യ നിങ്ങളെ വേണ്ടെന്ന് തോന്നി. അവർ MBBS പഠിച്ചു കഴിഞ്ഞു? ഇല്ലല്ല, MBBS പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു ഹോസ്പിറ്റലൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പം പിന്നീട് അവർക്ക് പോരെന്ന് തോന്നിക്കാണും. അത് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നമ്മൾ ഡിവോഴ്സ് ആയിട്ടില്ല, കേസ് നടക്കും. ശരി. എന്നിട്ട് ഇപ്പോൾ ഒരു കാശ് ചെയ്തിട്ട് എത്ര കാലമായി? കാശ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഫെബ്രുവരി 29-ാം തീയതി ആകുമ്പോൾ 1 വർഷം. നിങ്ങൾ അതിനകത്ത് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാതെ? നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വേണ്ട സാറേ. അതിപ്പോൾ ഞാൻ വസ്തു കച്ചവടമാക്കി ഇപ്പോൾ ഉടനെ. സമയം കഴിഞ്ഞ് പോകത്തില്ലേ? ഇല്ല, എനിക്ക് എപ്പം വേണമെങ്കിലും കൊടുക്കാം.
എനിക്ക് 10 വർഷം കഴിഞ്ഞ് കൊടുത്താലും ഇവന്മാർ ശിക്ഷിക്കപ്പെടും. ഇപ്പോൾ ഉടനെ തന്നെ ആരെയൊക്കെയാണ് ഈ പറയുന്ന ഈ പക്ഷേ ഇത് ബൈജു? അവർക്ക് അപ്പീൽ പോകാൻ 3 മാസമുള്ളൂ പറ്റുള്ളൂ. അല്ല, അവർക്ക് ആരാ? ബൈജു ഇവന്മാർക്ക് അപ്പീൽ പോകണമെങ്കിൽ 3 മാസം. ആർക്കെതിരെയാണ് നിങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നത്? ഞാൻ ഇവർക്ക് എല്ലാവർക്കും എതിരെ, പോലീസോ? പോലീസിനെതിരെ, പോലീസും രാധാകൃഷ്ണനും എന്നെ 160 ദിവസം കൊടുത്ത സർക്കാരിനും ഇവർക്കും എതിരെ എല്ലാവരും എന്നെ പ്രതിയാക്കി ആരൊക്കെയാണ് അവർക്ക് എതിരെ എല്ലാം കേസ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളപ്പം മെൻസ് അസോസിയേഷൻ ചേർന്ന ഈ വിഷയം കാരണം? അതെ അതെ അതെ, മെൻസ് അസോസിയേഷൻ എൻ്റെ പത്രസമ്മേളനം നടത്താനായിട്ട് ഇവർ വന്നായിരുന്നു. ഇതിൻ്റെ അകത്തൊരു മെൻസ് വേറെ MRF മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയും കൂടെ എന്നെ കള്ളക്കേസ് കൊടുക്കാൻ ഇടപെട്ടായിരുന്നു. അവരുടെ ശത്രുവാണ് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ. അതുകൊണ്ടായിരിക്കും അവർ എൻ്റെ പത്രസമ്മേളനം തൊട്ട് രാഹുൽ ഈശ്വരും ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്തുമാണ് പത്രസമ്മേളനം നടത്താൻ വേണ്ടി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വന്നത്. അങ്ങനെയാണ് ഈ സംഘടന ഞാൻ ചേരുന്നതും പിന്നീട് സാറിന് അറിയാമല്ലോ അയാളുമായിട്ടുള്ള അമ്മയെക്കൊല്ലും ആ പ്രശ്നത്തിൽ ഞാൻ രാജിവെക്കുകയൊക്കെ ഉണ്ടായത്. നിങ്ങൾ എന്നിട്ട് എന്തിനാണ് അന്ന് അവിടെ പോയി ബോച്ചയുടെ ഇതിന് പോയത്? എന്തിനാണ് ബോച്ചയുടെ അവിടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രശ്നം സ്ത്രീകൾ ഒരുപാട് പേരെ കള്ളക്കേസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സത്യം ഈ മാധ്യമങ്ങളെല്ലാം ചെയ്തിട്ടും ഞാൻ പല മാധ്യമങ്ങളിലെയും ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് സഹിതം കൊണ്ട് കാണിച്ചിട്ടും അവർ കള്ളവാർത്ത ചെയ്തുകൊണ്ട് അവർക്ക് സത്യം പറയാനുള്ള ഒരു മടി കാണിച്ചു. അപ്പം ഒരു വേദി ഒരുക്കുമായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് സാധിച്ചു. എനിക്കത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ നിരപരാധി 160 ദിവസം കള്ളക്കേസിൽ കൊടുത്ത് എന്നെ കോടതി വെറുതെ വിട്ടെന്ന് എനിക്ക് ജനങ്ങളെ അറിയിക്കണമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പൊതുപ്രവർത്തനം തുടങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും പൊതുപ്രവർത്തനം തുടങ്ങും. പക്ഷേ ഇതുപോലെയുള്ള ശത്രുക്കൾ ആണ് എനിക്ക് പ്രശ്നം. എന്നെ നശിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ശത്രുക്കളുണ്ട്. ഇവരെ എല്ലാം ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചതിന് ശേഷമുള്ളൂ ഞാൻ പൊതുപ്രവർത്തനം. അപ്പോൾ ഇനി ശത്രുക്കൾ വരികയില്ല. കാരണം ഈ ഒരു ശത്രുക്കൾക്ക് പണി നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ പിന്നീട് നമ്മുടെ സത്യസന്ധമായ രീതിയിൽ പോകുമ്പം കള്ളക്കേസ് പിന്നെ ഉണ്ടാകില്ല. അങ്ങനെ വിശ്വസിക്കുക. നിർത്തുകയല്ല, തുടരും.